ഹായ് ഹലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ തരത്തിലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല, ഉള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ദേ സവാള, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, പച്ചപ്പട്ടാണി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫ്രൈഡ് റൈസിൽ ഞാൻ ചേർക്കുന്നത്. അത് നമ്മുടെ കോക്കനട്ട് ഓയിൽ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ വഴറ്റുമ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്ത കൂട്ടും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ടൊമാറ്റോ സോസും ചില്ലി സോസും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ കുറച്ച് ടേസ്റ്റും കൂടി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു 2 മുട്ട ഞാൻ ചിക്കി പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് റൈസാണ് കേട്ടോ. റൈസ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് പാകത്തിന് വേണം വേവാൻ കേട്ടോ. പാകത്തിന് വേവ്, ഒരുപാടൊന്നും വെന്ത് പോകരുത്, നന്നായിട്ട് വേവിക്കുക എന്നൊക്കെ പറയണു. അപ്പോൾ അതേ പാകത്തിന് വേവിച്ചതും കൂടി ഇതിനകത്ത് ചേർത്തതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു കൈ കൊണ്ട് മൊബൈൽ, ഒരു കൈ കൊണ്ടുള്ള ഇളക്കും കാരണം ഫ്രൈമിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അതേ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അതൊരു എരിവിന് വേണ്ടിയിട്ടാണ്. ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് എരിവ് അതിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും നേരത്തെ 2-3 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒക്കെ ചേർത്ത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പൊതുവേ എനിക്ക് ഫ്രൈഡ് റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് മഷ്റൂം ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ആവി കയറട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടപ്പൊക്കെ തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.